എവിടെയോ ഒരു ഒരു പോസ്റ്റ്, ഇന്നല്ല വർഷങ്ങൾ മുൻപിൽ, എനിക്ക് തോന്നുന്നു 10-15 വർഷം മുൻപിൽ വായിച്ച ഒരു പോസ്റ്റ് അല്ല, റിയൽ ഒരു ഇൻസിഡന്റ് ആണ്. ആ ഒരു ഒരു സ്ത്രീക്ക്, യൂറോപ്യൻ രാജ്യമാണെന്ന് തോന്നുന്നു, ഒരു കല്ല് കിട്ടി. ആ കല്ല് എടുത്തിട്ട് വാതിലിനെ, നമ്മുടെ എങ്ങനെയാ പറയുന്നത്, വാതില് കാറ്റ് കൊണ്ട് ഒത്തിരി ഫോഴ്സിൽ അടയുന്നെന്ന് പറഞ്ഞ ആ കല്ല് കൊണ്ട് തടയായിട്ട് ആ വാതിലിന് കൊണ്ടുവച്ചു. ഈ കല്ല് എന്തുവാ? കല്ലിനെ കല്ലായിട്ടാ കണ്ടത്. ഓക്കെ, അപ്പൊ ആ വീക്ഷണം ഓർക്കണം. അതാ ഞാൻ ആദ്യത്തെ ഭാഗം പറഞ്ഞത്, സെൽഫ് റിയലൈസേഷൻ. ആ സ്ത്രീ വീക്ഷിച്ചപ്പോൾ അത് വെറും കല്ലാണ്, അതിനെ ഒറ്റ യൂസേ ചെയ്യാൻ ഒക്കത്തുള്ളൂ, ആ വാതിലിന്റെ ഒരു സ്റ്റോപ്പറായിട്ട്, നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയെ പറഞ്ഞ സ്റ്റോപ്പറായിട്ട് ഉപയോഗിച്ചു. വർഷങ്ങൾ കടന്നുപോയി, ആരോ വേറൊരാള് അതുവഴി കടന്നുപോയപ്പോൾ ഈ കല്ലിനെ നോക്കിയപ്പോൾ അത് കല്ലല്ല, അത് ഏതോ വിലേറിയ ഏറ്റവും പ്രഷ്യസ് സ്റ്റോൺ ആണത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ വില മതിക്കുന്ന കല്ലാണ് എവിടെ വെച്ചിരിക്കുന്നത്? സ്റ്റോപ്പറായിട്ട്. ഞാൻ പറയാൻ വന്നത് ആ വീക്ഷണമാണ്, വിഷനാണ് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ എപ്പോഴും സ്പിരിച്വലി അവേക്കൻഡ് ആയിരിക്കണം. ഈ ലോകത്തിൽ ആവശ്യം, വചനത്തിൽ പറയുന്നത് പോലെ, ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ നല്ല സുഖമുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ദൈവം നടത്തിക്കോളുമോ എന്ന് ഉള്ളൊരു വചനം എല്ലാവരും എടുത്ത് നൈസായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെയും കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആവശ്യത്തിനുള്ള കാര്യം കർത്താവ് നമുക്ക് നൽകും. അനാവശ്യമായി ഉള്ള കാര്യത്തിന്റെ പുറകിൽ നമ്മൾ ചുമ്മാ ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ യേശു കർത്താവ് അവിടെ പറയുന്ന ആ ഷെപ്പേർഡിനെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹം എത്രയോ കാര്യങ്ങൾ ചേസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. മണ്ഡലമാണ്, ഒരു മണ്ഡലം ഞാൻ പറയാം. ആ അദ്ദേഹത്തിന്റെ ആ ബാൺ, അല്ലെങ്കിൽ ആ സുരക്ഷിതമായി വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയയ്ക്ക് അകത്ത് 99 ആടുണ്ട് എന്നും. അപ്പം കൗണ്ട് ഉള്ള ഒരു ഇടയനാണ് ഇദ്ദേഹത്തിന്. അറിയാം ഏത് ആട് ഏത് പൊസിഷനിൽ നിൽക്കുന്നു. സാധാരണ നിൽക്കുന്ന പൊസിഷനിൽ ആ ആടില്ലെങ്കിൽ ആ ആടിനെ ഓൾട്ടർനേറ്റീവ് ഏത് പൊസിഷനിൽ കണ്ടുപിടിക്കാവുന്ന വരെ ഈ ഇടയന് നന്നായിട്ട് അറിയാം. അപ്പൊ എല്ലാ പൊസിഷനും മാറ്റി തിരിഞ്ഞു നോക്കിയിട്ടും ആ ഒരു ആട് ഈ 99-നകത്തില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആടിനെ തേടിയ ആ ഇടയൻ പോയത്. ആ ഇടയന് വേണമെങ്കിൽ അതിന്റെ സ്ഥാനത്ത് ഈ 99-നെ ഫീഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച്, ഓ സാരമില്ല, ആ പോയ ആട് എങ്ങനാന്നേലും അതിനറിയാം, മണത്താന്നെങ്കിലും അത് തിരിച്ചു വന്നോളും, ഹൂ കെയർസ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡോടെ വേണമെങ്കിൽ ആ ഇടയന്, കാരണം മെജോറിറ്റി വിൻസ് എന്നാണല്ലോ നമ്മൾ നോർമലി ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത്, മെജോറിറ്റി വിൻസ്. പക്ഷെ ഇവിടെ യേശു കർത്താവ് ആ തത്വത്തെ തച്ചുടച്ചിട്ട് അവിടെ യേശു കർത്താവ് കാണിക്കുന്നത് എന്തോ അറിയാം? മൈനോറിറ്റി വിൻസ്. ഒന്ന് ചിന്തിച്ചു നോക്കണേ. നമ്മൾ മാനുഷികമായി പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും എല്ലാവരും ഇന്ന കാര്യത്തിൽ അവരുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്തു, മണി ഇൻവെസ്റ്റ് ചെയ്തു, ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർക്ക് നല്ലപോലെ അതിനുള്ള ബെനിഫിറ്റ് കിട്ടിയെന്ന് കാണുമ്പോൾ മെജോറിറ്റി വിൻസ് എന്ന് പറയാനുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതേ സ്ഥാനത്ത് മൈനോറിറ്റി ആയിട്ട്, അതായത് ലോകത്തിലെ ആൾക്കാർ പോകുന്ന പോലെ ദൈവമക്കൾ പോകാതെ, പല കാര്യങ്ങളിലും അതിനകത്ത് അറ്റൻഷൻ കൊടുക്കണ്ടാത്ത മണ്ഡലമുണ്ട്. അവിടെ അറ്റൻഷൻ കൊടുക്കാതെ കൊടുക്കേണ്ട ആത്മീയ മണ്ഡലത്തിൽ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കിലോട്ടാണ് ഞാൻ വന്നത് ഇപ്പം. സോ ഫസ്റ്റ് ഭാഗം ഞാൻ പറഞ്ഞത്, ഒരു കാര്യത്തിന്റെ വാല്യൂ എന്തുവാണെന്ന് ആദ്യം നമ്മൾ സെൽഫ് റിയലൈസ് ചെയ്യണം. ആ സ്ത്രീക്ക് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മുഖേനെ ആ കല്ല് കല്ലായിട്ടേ മനസ്സിലായുള്ളൂ. പക്ഷെ വേറൊരാൾ അവിടെ വിസിറ്റ് ചെയ്തപ്പോൾ ആ കല്ല് വെറും കല്ലല്ല, ആ കല്ല് വളരെ വില മതിക്കുന്ന പ്രഷ്യസ് സ്റ്റോൺ ആണെന്ന് മനസ്സിലായപ്പോൾ ആ സ്റ്റോപ്പർ സ്ഥാനത്തു നിന്ന് മാറ്റി അത് കൊടുക്കേണ്ട ആളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അതിന്റെ റിവാർഡ് കിട്ടി. ഞാൻ പറയാൻ വന്ന ഭാഗം, നമ്മൾ വചനത്തിനകത്ത് ഞാൻ എടുത്തു വായിക്കുന്നില്ല, പല വചനങ്ങളുണ്ട്. ഈ സർവ്വലോകത്തെക്കാട്ടിലും വിലയേറിയതാണ് ഒരാത്മാവിന്റെ വില. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എസ്പെഷ്യലി ഒരാള്
ദൈവത്തിൽ വന്നിട്ട് ഫോർ എക്സാമ്പിൾ അത് ബാക്ക് സ്ലൈഡ് ആയി പോയി കഴിഞ്ഞാൽ ഏതോ കാര്യങ്ങൾ നിമിത്തം വാട്ട് ഓർ ബി ദ റീസൺ, ഒരു പക്ഷെങ്കിൽ ഇടർച്ച വരുന്ന ഏതെങ്കിലും കാര്യം സഹോദരങ്ങളുടെ നടുവിൽ കണ്ടിട്ടായിരിക്കും, സഭകളിൽ കണ്ടിട്ടായിരിക്കും ഒരാൾ ബാക്ക് സ്ലൈഡ് ആയി പോകുന്നത്. ആ ബാക്ക് സ്ലൈഡ് ആയി പോകുന്ന ആളിനെ നമുക്ക് പിന്തിരിച്ച് നേർവഴിയിലോട്ട് സ്നേഹത്തിന്റെ ഭാവത്തിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് ഞാൻ കുറച്ചു മുമ്പേ ചോദിച്ച ചോദ്യം, ആർ യു ദ മോസ്റ്റ് പ്രഷ്യസ് വൺ എന്നുള്ള ചോദ്യത്തിന് ആൻസർ നോ, യു ആർ നോട്ട്. വചനം പറയുന്നത് ഈ എളിയവരെ മാനിക്കുന്നവർ എന്നെ മാനിക്കുന്നു. ഇവിടെ വചനത്തിൽ നമ്മൾ ഈ ഉപമ നമുക്ക് നന്നായിട്ട് അറിയാം. വി നോ വെൽ അബൌട്ട് ദിസ് പാരബിൾ. ഇതിന്റെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് വേറൊരു കാര്യം ഈ ഉപമയിൽ നിന്ന് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണ് പ്രഷ്യസ് വൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? അത് ദൈവരാജ്യത്തിന് അല്ലെ ദൈവനാമത്തിൽ നമ്മൾ അപ്പോസ്തലനായ പൗലോസിനെ പോലെ ചപ്പും ചവറുമായി എണ്ണിയെങ്കിൽ മാത്രമേ അതിപ്രഷ്യസ് വൺ ആയ കാര്യങ്ങൾ നമ്മുടെ കൈ ദൈവം തരത്തുള്ളൂ. പ്രൈസ് ലോർഡ്. വചനത്തിൽ എങ്ങും എഴുതിയിട്ടില്ല നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ജോലി ചെയ്യരുതെന്നോ, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഉള്ള എല്ലാ കാര്യവും ന്യായമായിട്ടുള്ളത് നമ്മൾക്ക് ചെയ്യാം. പക്ഷെങ്കിൽ ഇന്നത്തെ ഒരു ലോകത്തിൽ, ഇത് അമേരിക്ക മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകമെമ്പാടും എല്ലാവരും അങ്ങ് ഓടിത്തിരിഞ്ഞ് നടക്കുന്നത് ആത്മീയ കാര്യത്തിനല്ല. മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ഇന്നത്തെ ലോകത്തിൽ നടക്കുന്നത് അവർക്ക് എങ്ങനെ അവരുടെ ഭൗതികം ഇൻക്രീസ് ചെയ്യാം, അവർക്ക് എങ്ങനെ അവരുടെ ഭൗതികത്തിനകത്ത് മറ്റുള്ളവരെക്കാളിലും ഒരു പിടി കൂടെ കൂടുതൽ അവർക്ക് നേടാം. ഇനി ഞാനൊരു വചനം വായിക്കാൻ വരുന്നത്, ഒരു പക്ഷെങ്കിൽ ഇത് കൂടെ കേൾക്കുമ്പോൾ ചിലപ്പം എന്നോട് ഉള്ള ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന ദൈവജനം അല്ലെ ഈ യൂട്യൂബ് പിന്നെ ശ്രവിക്കുന്ന ദൈവജനം ഇത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒരു പക്ഷെ എന്നോട് അഗ്രി ചെയ്യത്തില്ല ഈ കാര്യം. വായിച്ചാട്ട് മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 13-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ഇതെല്ലാം ദൈവരാജ്യത്തെ കുറിച്ചുള്ളതാണ്, കിങ്ഡം കോൺസെപ്റ്റ് ആണ്. പക്ഷെങ്കിൽ എത്ര പേര് അവരുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ വചനം പറയുന്നത് വി ആർ നോട്ട് ദ പ്രഷ്യസ് ഓർ ദ ബിലൗഡ് വൺ ഓഫ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ട്. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടു തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. എങ്ങനെയുണ്ട് ഈ ഒരു ഉപമ? ഇതും ഒരു വേറൊരു ഉപമയാണ്, ഇതുമായിട്ട് വളരെ ക്ലോസ്ലി മാച്ച് ആണ്. അദ്ദേഹത്തിന് ഉള്ളത് എല്ലാം എന്തോ ചെയ്തു? വിറ്റെന്ന് പറഞ്ഞാൽ അതിന്റെ മറു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹി ഗേവ് ഇറ്റ് അപ്പ് ഓൾ. കാരണം ആ വാല്യൂ അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്തപ്പോൾ. നമ്മൾ ഏത് കാര്യത്തിന് ദൈവമക്കളെ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത്? ആത്മാക്കളുടെ വിടുതലാണോ അതോ നമ്മുടെ ഭൗതികമാണോ? പ്രൈസ് ദി ലോർഡ്. ഇത് പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വചനമല്ല. ഇത് ദൈവസഭ അല്ലെ ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയാകുന്ന നാം ഓരോരുത്തർക്ക് അത് ബാധ്യതയുള്ളതാണ്. we have an obligation, we have a responsibility, but how many of us are fulfilling it? That's a question that we all need to ask ourselves. ഉള്ളതെല്ലാം അദ്ദേഹം ഗിവ് അപ്പ് ചെയ്തു, സാക്രിഫൈസ് ചെയ്തു, അല്ലെ വിറ്റു. എന്തിനാണ്? ആ ഒരു പ്രഷ്യസ് കാര്യം അദ്ദേഹത്തിന് കിട്ടാൻ. പ്രൈസ് ദി ലോർഡ്. വേറൊരു വചനം കൂടെ ഇതിനോട് അനുബന്ധിച്ച് ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന ഭാഗമാണെങ്കിലും ദിസ് ഈസ് ഓൾ ലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ. 2 Corinthians 8:9. അതെ, താങ്ക് യു. വായിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഒന്ന് മനസ്സിലാക്കണം, ഇതൊരു വളരെ ഡീപ്പ് ടോപ്പിക് ആണ്. ഒരു വർഷം നോൺ സ്റ്റോപ്പ് ഈ വചനം എടുത്ത് പ്രസംഗിച്ചാൽ തീരാത്ത ഒരു വചനമാണ്. പക്ഷെ അതിനെ ജസ്റ്റ് ഞാനൊരു നട്ഷലായിട്ട് പറയുവാണ്. എല്ലാമുള്ള യേശു കർത്താവ് സ്വർഗ മഹിമയെ വെടിഞ്ഞ് ഈ താണ ലോകത്തിൽ വന്ന എന്തിനാണെന്നറിയാമോ? നമ്മളെ റിച്ച് ആക്കാനാണ്.
എങ്ങനെയാ റിച്ച് ആക്കുന്നത്? കർത്താവിന്റെ ദരിദ്രതയിൽ നിന്ന്. അദ്ദേഹം ദരിദ്രനായി. പ്രൈസ് ദി ലോർഡ്. വചനം പറയുന്നത് he became poor. നമ്മളെ സ്വർഗീയ കാര്യത്തിൽ സമ്പന്നനാക്കാൻ വേണ്ടി, പ്രൈസ് ദി ലോർഡ്, to make us rich, not in the worldly or earthly aspect, but to make us rich in the eternal aspect. ഈ ഇറ്റർണൽ ആസ്പെക്റ്റിന് വലിയ വില കൊടുത്തേ പറ്റത്തുള്ളൂ ദൈവമക്കളെ. അവിടെയാണ് ഞങ്ങളുടെ സാക്ഷ്യം. ഞാനും എൻ്റെ വൈഫും ദൈവനാമത്തിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരുടെയും ക്വാളിഫൈഡ് ജോലി ഞങ്ങള് കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ രാജി ചെയ്ത് വി റിസൈൻ ഫ്രം അവർ ജോബ്സ്. ആൻഡ് ഇത് 8ാം വർഷമാണ് ഞങ്ങൾ ദൈവവേല കംപ്ലീറ്റ്ലി ബൈ ഫെയ്ത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദൈവാത്മാവ് ഞങ്ങളോട് വ്യക്തമായിട്ട് സംസാരിച്ച ഒരു കാര്യം, അത് ആ വചനം ഞാൻ എടുത്ത് നിങ്ങളെ കൊണ്ടൊന്ന് വായിപ്പിക്കാം. അത് ദ ബുക്ക് ഓഫ് പ്രൊവേർബ്സ് ആണ്. എടുക്കാം, ദ ബുക്ക് ഓഫ് പ്രൊവേർബ്സ്. അത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൊവേർബ്സ് 24:11 വാക്യം വായിക്കാം. Proverbs 24:11. സദൃശവാക്യം. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക, ഉം. കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഉം. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ, ഉം. ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? ഉം. നിന്റെ പ്രാണനെ കാക്കുന്നവൻ അറിയുകയില്ലയോ? അവൻ മനുഷ്യന് പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുകയില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇവിടെ 2-3 മണ്ഡലം അവിടെ പറഞ്ഞ. ആദ്യത്തെ ഒന്നുകൂടെ ഫസ്റ്റ് ഭാഗം മാത്രം ഒന്ന് വായിക്കാമോ? ഫസ്റ്റ് ഭാഗം, സെക്കൻഡ്, അതിന് 3 ഭാഗങ്ങളുണ്ട് അതിന്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനല്ല, ഞങ്ങൾക്ക് ദൈവം തന്ന ആ എലക്ഷൻ കോൾ, ആ വിഷനുമായിട്ട്, ആ ടെസ്റ്റിമണിയുമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കുക. 1, വിടുതലിന്റെ ശുശ്രൂഷ. അതത്ര ഈസി അല്ല. മരിക്കാൻ പോകുന്ന ഒരാളിനെ ടാറ്റ ബൈ ബൈ പറഞ്ഞു വിടാൻ ഈസിയാണ്. പക്ഷെ ആ ആളിനെ മരണത്തിൽ നിന്ന് വിടുവിക്കുക എന്ന് പറഞ്ഞാൽ ആത്മീയ മരണത്തിൽ നിന്ന്, എസ്പെഷ്യലി ഈ നമ്മളെല്ലാം ജനിച്ചവരാ. ഒരു നാൾ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ടൈം വരെ നമ്മൾ ജീവിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പോയേ പറ്റത്തുള്ളൂ. പക്ഷെ ആത്മീയ മരണം, അടുത്തത് പറഞ്ഞാട്ടെ, കുലയ്ക്കായി വിറച്ചു ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഇവിടെയാണ് ഒരു വേറെ മണ്ഡലം എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിച്ചാൽ പല ആൾക്കാരും കഴിവുണ്ടെങ്കിലും അവർക്ക് കഴിയുമെങ്കിലും they will not do this. കാരണം എന്താണെന്നറിയാമോ? അവരുടെ റെപ്യൂട്ടേഷൻ പോകും. they are putting everything at risk. അതെല്ലാം ചെയ്യുന്നോണ്ട് they'll be in a case where what's the reward for me? What's in it for me? എനിക്ക് എന്തോ കിട്ടും അതിനകത്തുനിന്ന് ഞാൻ ഇത്രയും റിസ്ക് ചെയ്താൽ. സോ നോബഡി എന്നല്ല, വളരെ വിരലിൽ എണ്ണാവുന്ന ചുരുക്ക ജനം മാത്രം, ആത്മീയമായിട്ട് ഭാരമുള്ള ജനം മാത്രമേ ഈ കൊലയ്ക്കായി കൊണ്ടുപോകുന്നവരെ, വിറയ്ക്കുന്നവരെ എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ഒരു ഹോപ്പും ഇല്ല. അവരെ വിടുവിക്കുന്ന ശുശ്രൂഷ. ഓക്കെ, അടുത്ത ഭാഗം കൂടെ വായിച്ചാട്ടെ. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ, ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കുകയില്ലയോ? മതി. ഈ എക്സ്ക്യൂസ് കോമൺ ആയിട്ട് നൈസായിട്ട് എല്ലാരും പറയും. ഇത് തുടങ്ങിയത് ഏശാവ് മുതല. ഏശാവ് എന്തോ പറഞ്ഞത്? ഏശാവല്ല, നമ്മുടെ കായിൻ എന്തോ പറഞ്ഞത്? ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണ്. വെരി ഗുഡ്. എന്ന് പറഞ്ഞാൽ വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? ഐ ഡോണ്ട് നോ. അവിടെ മുതൽ തുടങ്ങിയത് ഐ ഡോണ്ട് നോ പറയാൻ വേണ്ടി. അവിടുന്ന് തുടങ്ങി നമ്മൾ ബൈബിളിനകത്ത്, ഞാൻ പേരുകളൊന്നും എടുത്തു പറയുന്നില്ല, സമയം അധികം ഇല്ലാത്തതുകൊണ്ട് വളരെ നട്ഷലായിട്ട് പറയുവാണ്. ഈ ഒരു എക്സ്ക്യൂസ് നമ്മൾ പറഞ്ഞാൽ, വചനം പറയുന്നത് ഹൃദയത്തെ തൂക്കി നോക്കുന്നവൻ അതറിയുന്നില്ലയോ? അതനുസരിച്ചുള്ള പ്രതിഫലം, നല്ലത് ചെയ്തെങ്കിൽ ആത്മീയമായിട്ട് ദൈവരാജ്യത്തിന് നമ്മൾ ആ റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്താൽ അതിനൊരു പ്രതിഫലമുണ്ട്. അതേ സമയത്ത് തിരിച്ച് ഞാൻ അറിഞ്ഞില്ല, കേട്ടില്ലെന്ന് പറഞ്ഞാൽ കർത്താവും പറയും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ഞാൻ നിങ്ങളെ
അറിയുന്നില്ല. സോ ഞങ്ങളുടെ ഒരു ടെസ്റ്റ് മണി വളരെ ഷോർട്ടായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം ഞങ്ങളെ നടത്തി. ഇത്രയും നാളും ജോലി ചെയ്തായിരുന്നെങ്കിൽ ഇത്ര ഭദ്രമായിട്ട് ദൈവം നടത്തത്തില്ലായിരുന്നു. ജോലി ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചപ്പോൾ ആത്മാക്കളുടെ ശുശ്രൂഷ ദൈവം അനേകരെ സ്പർശിച്ചു, അനേകരെ ദൈവമക്കളാക്കി, അനേകർ സ്നാനപ്പെട്ടു, അനേകർ രോഗത്തിന് സൗഖ്യം പ്രാപിച്ചു, അനേകരെ തകർന്ന ഹൃദയങ്ങളെ അത് മെൻഡ് ചെയ്യാൻ വേണ്ടി, ടു മെൻഡ് ദ ബ്രോക്കൺ ഹാർട്ടഡ്, ദൈവകൃപയാൽ ഞങ്ങളെ ദൈവം സഹായിച്ചു. ഞാൻ പറയാൻ വന്നത് ഇതൊന്നും പ്രശംസയായിട്ടോ പുകഴ്ചയായിട്ടോ അല്ല പറഞ്ഞ്, ഇതിനെല്ലാം കർത്താവാണ് മാനവും മഹത്വം ഉള്ളത്. കാരണം ഹി ഡിസേർവ്സ് ദ ഗ്ലോറി ആൻഡ് ഓണർ. കാരണം ഈ ഏഴകളെ ആ മിഷൻ കോളിന് വിളിച്ചോണ്ട്, ദൈവജനമേ ഇന്ന് വായിച്ച വാക്യം 99 നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണും, അല്ലെ പ്രഷ്യസ് കാര്യം കാണും. The question to ask ourselves is, are we ready to risk it all for the one thing that is lost? ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ലോസ്റ്റ് കാര്യത്തെ നമ്മൾ ദൈവരാജ്യത്തിലോട്ട് നേടിയാൽ, it can be a family member going through some misunderstanding. It can be somebody who is hurt and just one word of your God bless you, ഒരു വാക്ക് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അല്ലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വ്യതിയാനം കൊണ്ടുവരുന്ന ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾ പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അത് ഭേദമായെങ്കിൽ, ദൈവജനമേ ആ 99 ആടിനെക്കാട്ടിലും മേലെ നിങ്ങൾ ചെയ്ത ശുശ്രൂഷ. കർത്താവ് അവിടെ ഇടയന്റെ ആ പാരബിൾ പറയുമ്പോൾ ആ 99 നീതിമാന്മാരെക്കാട്ടിലും സ്വർഗം സന്തോഷിച്ചത് ആ ഒരു ലോസ്റ്റ് അല്ലെ ബാക്ക് സ്ലൈഡ് ചെയ്തത്, അല്ലെങ്കിൽ മുട്ടനാടായ, ആർക്കും അനുസരണം കാണിക്കാത്ത ആട്, ആ ദൈവത്തിന്റെ മുൻപിൽ പോലും തന്നെത്താനെ സമർപ്പിക്കാത്ത ഒരു ജീവിതം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഇടുവേ നിന്ന് മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലുള്ള പ്രതിഫലം വളരെ ഏറെയാണ്. ദൈവജനമേ, നമ്മളുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ കർത്താവ് നമുക്ക് ഉണ്ണാനും ഉടുക്കാനും നൽകിയിട്ടുണ്ട്. പക്ഷെ ഇതിനേക്കാട്ടിലും മേലെ നമ്മൾ നോക്കേണ്ടത്, നമ്മളുടെ ആയുസ് ഈ ലോകത്തിൽ അസ്തമിക്കുമ്പോൾ അല്ലെ തീരുമ്പോൾ, നമ്മൾ നിത്യതയിൽ അവിടെ ഒരു അന്തമില്ല, അവിടെ ഒന്നി നിത്യ ജീവനാണ്, ഇറ്റർണൽ ലൈഫ് അല്ല, അല്ലെങ്കിൽ ഒരു നിത്യം നരകമാണ്. ഇറ്റ്സ് ഈദർ ഇറ്റർണൽ ലൈഫ് ഓർ ഇറ്റർണൽ ഡാംനേഷൻ. നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഈ ലോകത്തിൽ ചെയ്യുന്ന ആ ചോയ്സ് ആണ് നമ്മളെ നിത്യത വരെ കൊണ്ടുപോകുന്നത്. ഞാൻ പറയാൻ വന്ന ഒരു കാര്യം, എന്റെ സമയം ഏകദേശം തീരാറായി. നമ്മളെ തന്നെ വിലയിരുത്തുക. നമ്മൾ ദൈവത്തിന്റെ ആ പ്രിയപ്പെട്ട ആളുടെ കാറ്റഗറിയിലായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് സമർപ്പിക്കുക. കർത്താവേ, എന്റെ അയൽവക്കക്കാരൻ എന്നോട് ആവശ്യമില്ലാത്ത, ഞാൻ ഒരു തെറ്റും ചെയ്യാതെ എന്നോട് ഇങ്ങോട്ട് കയർക്കാൻ വരുന്നു, കർത്താവേ അവരെയും ദൈവമക്കളാക്കി തീർക്കണേ എന്നുള്ള നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്ക്. ദൈവം സ്പർശിക്കും. ഒരു ശൗലിനെ ദൈവം പൗലോസാക്കി തീർത്തത് ദൈവജനങ്ങളുടെ ആ പ്രാർത്ഥനയാണ്. ആ പെർസിക്യൂഷന്റെ നടുവിൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ദമസ്കോസിന്റെ പടിവാദികൾ അദ്ദേഹം എത്തിയപ്പോൾ സ്വർഗീയ പ്രവൃത്തി അവിടെ വെളിപ്പെടണമെങ്കിൽ അത്രമാത്രം വില കൊടുക്കുന്ന ദൈവജനങ്ങളുണ്ട്. ഞങ്ങൾ മരിച്ചാലും വേണ്ടില്ല, ഇദ്ദേഹം ഒരു ദൈവ പൈതലായി തീരണമെന്ന് ഒരു ചാവാറായ ശേഷിപ്പ് ഗണങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ബൈബിളിനകത്ത് എങ്ങും എഴുതി വെച്ചിട്ടില്ല. ഞാൻ പറയാൻ വന്ന ഒരു ഫൈനൽ എക്സാമ്പിൾ കൂടെ പറയാൻ വരുക. ഇത് എഴുതിയ, നമ്മൾ വായിച്ചത് ലൂക്കോസ് എഴുതിയ സുവിശേഷമാണല്ലോ. ഈ ലൂക്കോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലൈനിൽ എല്ലാവരും പറഞ്ഞു വിടും വൈദ്യനാണ്. ഹി വാസ് എ ഡോക്ടർ. യെസ്, he was a doctor by profession. അന്നത്തെ കാലത്ത് ഒരു ഡോക്ടറായി അദ്ദേഹത്തിന് ആ ഡിഗ്രി ഉണ്ടെങ്കിൽ, അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, അദ്ദേഹത്തിന് എത്രയേറെ പണം ഉണ്ടാക്കായിരുന്നു. പേരിന് വേണ്ടി ഡോക്ടറായി ഇരുന്ന് ബാക്കി ഞാൻ ദൈവപ്രവൃത്തി ചെയ്യുന്നുണ്ട്, എനിക്ക് കിട്ടുന്ന ശമ്പളത്തിനകത്ത് ഒരു തുച്ഛമായ ഒരു പണം ദൈവരാജ്യത്തിൽ നിന്നാ പിടിച്ചോ, പൗലോസ് അപ്പോസ്തലനെ പിടിച്ചോ, ഇതെന്റെ ഒരു ഗിഫ്റ്റ്. നോ, വചനം പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ ഈ ബൈബിളിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം അല്ലാതെ നമുക്ക് ഏറ്റവും വലിയ സംരംഭം നൽകിയത് അപ്പോസ്തലർ പ്രവൃത്തി, ദ ആക്ട്സ് ഓഫ് ദി അപ്പോസ്തലൻ എഴുതിയത് ഈ ഡോക്ടറായ ലൂക്കാണ്. ഒന്ന് ചിന്തിച്ചു നോക്കണം.
അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ പോലും അന്നത്തെ സമയത്ത് നല്ല പൈസ കിട്ടുന്നതും, നല്ല 10 പേരുടെ മുൻപിൽ നല്ല പത്രാസുള്ള ജോലി അദ്ദേഹം രാജിവെച്ചിട്ട് ദൈവദാസന്റെ കൂടെ ഒരു വേലക്കാരനെ പോലെ, ലെറ്റ് മീ റിപ്പീറ്റ് മൈ സെൽഫ്, ഒരു സർവന്റിനെ പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ നോബഡിയാണ്. അതാണ് കുറച്ചുമ്പേ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ആൻസർ. നമുക്കുള്ളത് എല്ലാത്തിനേക്കാട്ടിലും കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ ദൈവജനമേ? ഈ 99 ആടല്ല അവിടെ നിൽക്കത്തേ ഉള്ളൂ. അവർ ലെഫ്റ്റും റൈറ്റും അടിച്ച് അവിടെ നിൽക്കത്തുള്ളൂ. കർത്താവ് ഒരു പ്രസ്ഥാനത്തിന്റെ പുറകിലല്ല പോയത്. ആ ലോസ്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതം. ഇറ്റ് ക്യാൻ ബി എ ബിലീവർ, ഇറ്റ് ക്യാൻ ബി എ നോൺ ബിലീവർ. നമ്മുടെ അടുത്തുള്ള എത്ര പേര് വേദനയോടെ ഭാരപ്പെടുന്നെന്ന് നമുക്കറിയാം, വേറെ ആർക്കും അറിയത്തില്ല. നമ്മുടെ അയൽവക്കക്കാർ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മുടെ ബന്ധുക്കൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവിടെ തന്നെ ആ ഒരു കാര്യത്തിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുവാണ്. അറിയാമെങ്കിൽ നമ്മൾ എന്തുവാണ് ബാക്കി സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ അറിഞ്ഞു, ഞാൻ കേട്ടു. ഇപ്പം തന്നെ ഞാൻ വേറൊരു കാര്യം ദൈവജനത്തോട് വളരെ ദേവദാസൻ എന്നോട് പറഞ്ഞു, ഇച്ചൂടെ ഏർലി കയറണമെന്ന് പറഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കോൾ പ്രാർത്ഥനയ്ക്ക് അത്യാവശ്യം വന്നു. ഒരാൾ നാണ്ട് ഹോസ്പിറ്റലിൽ ഓൾറെഡി അഡ്മിറ്റ് ആയി കഴിഞ്ഞു. രാവിലെ ജോലിക്ക് പോയതാ, വീട്ടിലെത്തിയില്ല. ഹോസ്പിറ്റലിൽ നിന്നാ വൈകിട്ട് കോൾ വന്നത്. ഇവിടെ അമേരിക്കയിലെ ഹോസ്പിറ്റലിലാണ് ആളെന്ന്. ഞാൻ പറഞ്ഞു, ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വിളിക്കാം, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാം ഞങ്ങൾ ചെയ്യാം. ദൈവജനങ്ങളെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സ്വർഗത്തിലാണ് റെക്കോർഡഡ്. മനുഷ്യന്റെ മുൻപിൽ കയ്യടി കിട്ടിയില്ലെങ്കിലും, മനുഷ്യന്റെ മുൻപിൽ റെക്കഗ്നിഷൻ കിട്ടിയില്ലെങ്കിലും, 10 പേര് നമ്മളുടെ പേര് പറഞ്ഞിട്ട് ഇന്ന ആളിനെ പോലെ നല്ല ആള് ഉണ്ട് അങ്ങനെ പറഞ്ഞെങ്കിൽ അയ്യോ കഷ്ടം, അങ്ങനെ പറഞ്ഞെങ്കിൽ അയ്യോ കഷ്ടം. ഈ ലോകത്തിൽ നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു, സ്വർഗത്തിൽ ഒന്നും കിട്ടാനില്ല. വീണ്ടും നമ്മളെ തന്നെ ശോധന ചെയ്യുക. ഇന്നത്തെ ഒരു മീറ്റിംഗ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയോ ക്രിട്ടിക് ചെയ്തോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ആ ആലോചന മാത്രമാണ് കൈമാറുന്നത്. അതും വളരെ നട്ട്ഷെല്ലായിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. സമയത്തിന്റെ പരിമിതി നിമിത്തം ഞാൻ ഇവിടെ നിർത്തുന്നു. ഗ്ലോബൽ പെർസിക്യൂട്ടഡ് ചർച്ചിനെ ഓർത്ത് നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഞങ്ങള് സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യങ്ങള്, സുവിശേഷത്തിന് എസ്പെഷ്യലി നേപ്പാൾ, സൗദി അറേബ്യ, പിന്നെ ക്യൂബ, ശ്രീലങ്ക, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, അങ്ങനെ അനേക സ്ഥലത്ത്, എല്ലായിടത്തും പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ചിലയിടത്തൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ഇല്ലാത്ത റിമോട്ട് ഏരിയ, ട്രൈബൽ ഏരിയയിലാണ് ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനേകർ ദൈവമക്കൾ കഴിഞ്ഞ 8 വർഷത്തിൽ കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞു. പക്ഷെങ്കിൽ അവരൊക്കെ ഹൗസ് സെൽ ചർച്ചസിലാണ്. ഞാൻ പറയാൻ വന്നത്, കാഹളം ധ്വനിക്കുമ്പോൾ ഞങ്ങളുടെ ബാങ്കിന്റെ ബാലൻസ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ലെറ്റ്സ് സെൽഫ് എക്സാമിൻ അവർ സെൽഫ്. നമ്മളുടെ ഓരോരുത്തരുടെ ബാങ്ക് ബാലൻസ് ഒക്കെ നന്നായിട്ട് നിറഞ്ഞ് കവിയണ്ടേ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, നിത്യതയിൽ ചെല്ലുമ്പോൾ നമുക്ക് ആനന്ദിക്കണ്ടേ? എത്രയോ ജനങ്ങൾ കർത്താവിനെ നമ്മളുടെ ജീവിതത്തിന്റെ നല്ല മാതൃക കണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ ആഗ്രഹിക്കുക. ഇവിടെ ടെക്സസിൽ, ഞാൻ സ്ഥലം ഒന്നും കറക്റ്റ്ലി പറയുന്നില്ല, പറഞ്ഞാൽ അത് വേറെ കോംപ്ലിക്കേഷൻസിലോട്ട് ആ ആൾക്ക് ചിലപ്പോൾ പോകും. നമ്മുടെ നാട്ടിലെ ഭരിക്കുന്ന നമ്മുടെ ഗവൺമെന്റിന്റെ ഒരു ആള്, കാര്യകർത്താവാണ്, ഇവിടെ അമേരിക്കയിൽ ഓൾറെഡി ഉണ്ട്. ഞങ്ങൾ ഈ കവലപ്രസംഗവും സ്ട്രീറ്റ് മിനിസ്ട്രിയും ഒക്കെ ചെയ്യും. ദൈവാത്മാവ് നൽകുന്ന ഗൈഡൻസ് പോലെ പല സ്റ്റേറ്റുകളിൽ അമേരിക്കയിൽ ചെന്നിട്ട് കവലപ്രസംഗം ഒക്കെ ചെയ്യാറുണ്ട്, സ്ട്രീറ്റ് പ്രീച്ചിങ്. ഇതിന്റെ നടുവിൽ അദ്ദേഹം ഞങ്ങളെ കണ്ടുപിടിച്ചിട്ട് പറയുക, നിങ്ങൾ വളരെ വ്യത്യസ്തനാണല്ലോ, പാസ്റ്റർമാർ സാധാരണ കള്ളന്മാരാ, പക്ഷെ നിങ്ങളെ കണ്ടിട്ട് എനിക്കത് കള്ളനാന്ന് എനിക്ക് അങ്ങോട്ട് പറയാൻ തോന്നുന്നില്ല. ഒന്ന് ഓർത്തോണം, വിശ്വാസിയല്ല, വചനവിരോധിയാണ്, നാട്ടിലെ നമ്മുടെ ആൾക്കാരുടെ അതേ കാര്യകർത്താവാണ്. അദ്ദേഹം എന്നോട് കൈ കൂപ്പിയിട്ട് പറയുവാണ്, എന്നോട് ചോദിച്ചു എന്തുവാ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ സുവിശേഷം എത്താത്ത സ്ഥലങ്ങളിലും കൗൺസിലിങ്ങും പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, എന്തെങ്കിലും അതിന് വല്ലതും കിട്ടാറുണ്ടോ? ഞാൻ പറഞ്ഞു, ആരുടെ പേരോളും അല്ല ഞങ്ങളെ കർത്താവ് 8 വർഷമായി വിശ്വാസത്താൽ നടത്തുന്നു. ഇതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുവാ, സാറേ, അദ്ദേഹം വലിയ പൈസ ഉണ്ടാക്കുന്ന, നല്ല ജോലി ഉണ്ടാക്കുന്ന, ഓഫീസ് ജോലി ചെയ്യുന്ന ആളാ, നല്ല പൊസിഷനുള്ള ആളാ. സാറിന് എപ്പോഴാണ് ഇവിടെ സ്ട്രീറ്റ് പ്രീച്ചിങ് ചെയ്യേണ്ടേ, സാറിന്റെ മൈക്ക് ഞാൻ പിടിച്ചു തരാം, സാറിന്റെ സ്പീക്കർ ഞാൻ ചുമ്മാ, സാറിന് എവിടൊക്കെ പോകണം, ഇവിടെ അമേരിക്കയിൽ പോകണം, സാർ എന്നോട് പറഞ്ഞാൽ. പക്ഷെ ഒറ്റ കാര്യം മാത്രം എന്നെ നിർബന്ധിക്കല്ലേ,
സ്നാനപ്പെടാൻ മാത്രം എന്നോട് പറയല്ലേ, കാരണം എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളുണ്ട്, അവരെന്നെ വല്ലാതെ ആക്കിക്കളയും. സോ നിങ്ങൾ ഒരു ജെന്യുവിൻ ആളായോണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയാണ് ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവ മക്കൾ മാത്രമല്ല കർത്താവ് സ്പർശിക്കുന്നത്, വചന വിരോധികളെ പോലും വചന സ്നേഹികളാക്കി തീർക്കും. ഇന്നും ആ ആള് കോണ്ടാക്റ്റിലുണ്ട്. ഞാൻ ചുമ്മാ വെറും ഒരു ഒരു പൊലിപ്പിന് വേണ്ടി പറഞ്ഞു വിടുവല്ല. 8 വർഷത്തിൽ ഞങ്ങൾ തീ എന്താന്ന് കണ്ടു. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ വിഷയങ്ങളാ പ്രത്യേകം പറയുന്നത്, ഭൗതികമല്ല പറയുന്നത്. പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ദൈവം ഓരോ ദിവസം ബ്രേക്ക് ത്രൂ നൽകുമ്പോൾ വചനം പറയുന്നത്, വിളക്ക് വെക്കേണ്ടത് തണ്ടിന്റെ കീഴിലല്ല, എവിടെയാ വെക്കേണ്ടത്? മലമേൽ, എല്ലാരും കാണുന്ന വിധം. ആ വിളക്കാരാ? യേശു കർത്താവ് എന്ന സുവിശേഷം. സുവിശേഷം എന്ന ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാം. Praise the Lord. May the Lord bless you all. And thank you, Pastor Anish, for giving us this opportunity. And in the coming days, ദൈവരാജ്യത്തിനായി ചിക്കാഗോ പ്രെയർ ലൈൻ ഏറ്റവും നന്നായിട്ട് ഉതകട്ടെ, അനേകർക്ക് ബ്ലെസ്സിംഗ് ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ഷോർട്ട് മെസ്സേജിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തെയും പ്രാർത്ഥന ഓർത്താട്ട്, ഗ്ലോബൽ പെർസിക്യൂട്ടഡ് ചർച്ചിനെയും. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. എവൻ മോന്, തമന്ന മോള്, എൽറോയ് മോന്, വൈഫ് മജു. ഞങ്ങൾ പൂർണ്ണമായി ദൈവവേലയ്ക്ക് വേണ്ടി കർത്താവ് എത്ര ആയുസ് നൽകുന്നു അത്രമാത്രം കർത്താവിന് വേണ്ടിയും ആ ലോസ്റ്റ് ആയിരിക്കുന്ന ആത്മാക്കൾ, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആൾക്കാർ സഭകളിൽ കയറുമ്പോൾ, പാസ്റ്ററെ ഞങ്ങൾ കൂടാമെന്ന് പറഞ്ഞ അനേകർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ കക്കാനല്ല വിളിച്ചത്, എന്നെ ലോസ്റ്റായുള്ള ആൾക്കാരെ നേർവഴി കാട്ടാൻ വേണ്ടിയാണ് കുടുംബമായിട്ട് വിളിച്ചിരിക്കുന്നത്. സോ കക്കുന്ന ശുശ്രൂഷ ഒരിക്കലും ദൈവം ഞങ്ങളെ അനുവദിക്കല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവനാമത്തിൽ may the Lord bless us all. Amen. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ഒരു സാക്ഷ്യവും ദൈവവചനമൊക്കെ നമ്മൾ കേട്ടത്. വ്യത്യസ്തമായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ദൈവവചനം. ഇനി ഞാൻ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടില്ല. ഞാൻ 1-2 വാചകം കൂടെ പറഞ്ഞതിന് ശേഷം രാജ്കുട്ടി പാസ്റ്റർ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ദാസന് എത്ര വലിയ ദർശനത്തോടു കൂടിയാണ് പ്രിയമുള്ളവരെ ആ ദർശനം പ്രാപിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്കറിയാം, പൗലോസ് ആ ദർശനം പ്രാപിച്ചത് കൊണ്ടാണ് ആ സുവിശേഷത്തിൻ്റെ അന്തസ്ഥത മനസ്സിലാക്കുകയും സകലതും വിട്ടിട്ട് ആ കർത്താവിൻ്റെ ക്രൂശാണ് എനിക്ക് ലാഭമെന്ന് പറയാനായിട്ട് ഇടയായിത്തീരുന്ന കർത്താവിൻ്റെ ദാസന്. എൻ്റെ വൈഫ്, ഞാൻ മനസ്സിലാക്കുന്നത്, ഇവിടെ ഒരു പ്രൊഫഷണൽ നേഴ്സാണ്, രജിസ്റ്റേർഡ് നേഴ്സാണ്. ഇവിടെ അമേരിക്കയിൽ, ഇന്ത്യയിലെ പോലെയല്ല. രജിസ്റ്റേർഡ് നേഴ്സസ് എന്ന് പറഞ്ഞാൽ സാധാരണ നല്ല മാന്യമായ ഒരു നല്ല, സാധാരണക്കാളും വളരെ കൂടുതൽ സാലറി ലഭിക്കുന്നതായിട്ടുള്ളൊരു ജോലിയാണ്. അതൊക്കെ വേണ്ടാന്ന് വെച്ച് വളരെ പ്രൊഫഷണലായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ അതെല്ലാം വേണ്ടാന്ന് വെച്ച് കർത്താവിൻ്റെ ദാസൻ്റെ കൂടെ ആ പ്രവർത്തനത്തിൽ യാതൊരുവിധ വരുമാനവും ഒഫീഷ്യലായിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ തന്നെ ആ വിശ്വാസത്തോടു കൂടെയുള്ള ആ പ്രവർത്തനമാണല്ലോ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ വില എന്താണ്, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തിൻ്റെ വില എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. കർത്താവിൻ്റെ ദാസൻ ആ കല്ലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് വായിച്ചൊരു വാർത്ത